ഭക്ഷണം ചേർക്കാൻ പറ്റൂല. ഹലോ എവ്രി വൺ, അപ്പോൾ ഇന്ന് നമ്മളൊരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ഹായ് പറ, ഹായ്. നല്ല ചിരിക്കാന്നേ. 36 പല്ലും 36 ഉണ്ടാവും. അങ്ങനെ നമ്മളെ ലൊക്കേഷൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഉമ്മേൽക്കോയിനുള്ള ഫലാജ് ഫാമാണ് നമ്മളെ ഫാം ഹൗസ് കേട്ടോ. ചൂട് തുടങ്ങിയോണ്ട് നല്ല വെയിലാണ്, നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് പോയി. മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചിത്രച്ച് വന്നൊരാൾ അടിഞ്ഞ് അവിടെ അടിഞ്ഞു വന്നാള് പറയാലോ. അപ്പൊ ഇതാണ് ഈ ഫാം ഹൗസിന്റെ റെസ്റ്റ് ഏരിയ. ഈ കാണുന്നതാണ് ഹാൾ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഈ ഫാം ഹൗസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയ ഹാളാണ്. നമുക്ക് ഒരുപാട് പേരൊക്കെ ഇരിക്കാനും ഫുഡ് കഴിക്കാനും കിടക്കാനൊക്കെ പറ്റും. നമ്മൾ വന്നു കയറിയപ്പോൾ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. നമുക്ക് വിളമ്പി ചേർന്ന ജോഷിയേട്ടനാണ് കേട്ടോ. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും സർലാസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ചേട്ടാ പകുതിയേ ഉള്ളൂ കേട്ടോ. പിള്ളേരാണെങ്കിൽ ഉച്ചയാകാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവർക്ക് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇനി ഇവർ കയറിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട്. അടുത്ത ട്രിപ്പ് നമ്മുടേതാണേ. മോമന് പേടിയാണ്. ഇത് നമ്മുടെ സഞ്ജു ചേട്ടൻ്റെ കുഞ്ഞു മോനാണ്. ഇവന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ കിട്ടിക്കുട്ടൻ വെള്ളത്തിറങ്ങാൻ വേണ്ടി എല്ലാം സേഫ് ജാക്കറ്റ് ഇട്ട് റെഡി ആകുവാണ്. അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. ഒരൊറ്റ പോക്കായിരിക്കും. പിന്നെ അങ്ങോട്ടല്ല അവനിക്കറിയാ, അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. പറച്ചോനെ കാത്തോളി. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ. നിന്റെ പെണ്ണുമ്പളെ പിടിക്കടാ.
ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. അങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ചു. നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തി. അപ്പൊ നമ്മളെല്ലാരും വെള്ളത്തിൽ ചാടാൻ പോവാണ്. ആ പോയിക്കോ പോ, നീന്തി കാണിച്ചോടാടി പോ, നീന്തടി. ഞാൻ വിചാരിച്ച പോലെ നല്ല തണുപ്പാണ് വെള്ളത്തിൽ. നമുക്ക് കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിള്ളേർ നോക്കണേ. നീന്ത്. ആ കണ്ണനുണ്ട് അപ്പുറത്ത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ നമ്മൾ നല്ല വൈകിട്ട് ഉറങ്ങിയത്. അപ്പോൾ മോർണിംഗ് കുറച്ച് വൈകി എഴുന്നേക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി. കഴിക്കുന്നില്ലേ? എണീച്ചോ കുഞ്ഞെണീച്ചോ, നമുക്ക് മുട്ട കിട്ടിക്കടാ. നല്ലതിന് ഞാൻ എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു അല്ലേ ചേച്ചി? ഒരുങ്ങിയോ? ഇനിയിപ്പം ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. എല്ലാവരും റെഡിയാവുന്ന തിരക്കിലാണ്. വേറെ നമുക്കിന്നവിടെ ഒരു പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് നമുക്കധികം നേരെയില്ല, എല്ലാവരും ഇറങ്ങലായി. ടൂർ കോർഡിനേറ്റർ നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു. ഇതേ പരിപാടി എല്ലാ വർഷവും ഇതേ ടൈമിൽ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഡാൻസ് എടുക്കണം. ഇതിന്റെ ഇടയിൽ നിന്ന് ഇവരെ സൈഡും കൂടി ചിന്തിച്ച ഒരേ വ്യക്തി ഇയാളാണ് അല്ലേ? ലാവണ്യ. സ്പെഷ്യൽ താങ്ക്സ് ടു ലാവണ്യ. ഒരാളെ കൂടിയിട്ട് ഈ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യാൻ പറ്റൂല. എന്റർടൈൻമെന്റ് എങ്ങനെയൊക്കെ ചെയ്യാ, ഏതൊക്കെ രീതിയിൽ ചെയ്യാന്ന് എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും ഇവിടെ നിൽക്കേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്.